ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം എത്രമാത്രം അഴിമതി നിറഞ്ഞതാണ് എന്നുള്ളത് ഇന്ന് ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തി തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇത് രണ്ടാം തവണയാണ് തെളിവ് സഹിതം നിരത്തിക്കൊണ്ട് ഇന്ന് സാക്ഷികളെ വാദികളായ ഇരകളായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവരെ കൂടി ഹാജരാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനം. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എത്രമാത്രം കേന്ദ്ര ഗവൺമെൻറ്റിന് വിധേയരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് അദ്ദേഹം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെ പൊട്ടിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് എല്ലാവരും ഉറ്റുനോക്കുന്ന അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം, കഴിഞ്ഞ ഒന്നാം വാർത്താ സമ്മേളനം രാജ്യത്ത് നാളിതുവരെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചിരുന്ന, രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിൻ്റെയും ചെവി കൊടുക്കാതെ നടന്നിരുന്ന ദേശീയ മാധ്യമങ്ങൾ പോലും ആ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇതിൽ എന്തൊക്കെയോ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ നിലപാടുകൾ മാറ്റിക്കൊണ്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രണ്ടാമത്തെ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി ചെയ്തത്. അതും കർണാടകയിൽ തന്നെ ആനന്ദ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ 6000-ഓളം കോൺഗ്രസ് വോട്ടുകൾ വെട്ടിമാറ്റാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ എത്രമാത്രം ആസൂത്രിതമാണ് എന്നുള്ളത് അദ്ദേഹം തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഓരോ സംസ്ഥാനത്തെയും ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ബൂത്ത് കമ്മിറ്റി ബൂത്തിലും മറ്റ് ലോക്സഭാ സീറ്റുകളിലുമൊക്കെ അവർ നടത്തിയിരിക്കുന്ന അഴിമതി നമുക്ക് കേൾക്കുമ്പം ഒരു ബൂത്തിൽ 10-15 വോട്ടല്ലേ ഉള്ളൂ എന്ന് കേൾക്കുന്നവർക്ക് നിസ്സാരമായി തോന്നാം. പക്ഷേ അത് ആ ബൂത്തുകളുടെ എണ്ണം, ആകെ വോട്ടിൻ്റെ എണ്ണം എടുക്കുമ്പോഴത്തേക്ക് ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കാൻ കാരണമായേക്കാവുന്ന വോട്ടുകളാണ് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് BJP അധികാരത്തിൽ കയറുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഓരോ ദിവസം തോറും അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ട്. അതിനുവേണ്ടി തന്നെയാണല്ലോ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം, ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനുള്ള അവകാശം നാളിതുവരെ 2022 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനും നിക്ഷിപ്തമായിരുന്ന ആ ഒരു അവകാശം BJP ഗവൺമെൻറ് ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്ന് അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കൂടാതെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പകരം ആഭ്യന്തര മന്ത്രിയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് 3/2 ഭൂരിപക്ഷത്തോടു കൂടി BJP തീരുമാനിക്കുന്ന ആൾക്ക് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകാം എന്നുള്ള രീതിയിൽ ആ നിയമം മാറ്റിയിരിക്കുകയാണ്. അതായത് ഒരു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഒരു വാക്കിന് പോലും വില കൽപ്പിക്കാത്ത ആ രണ്ടുപേരും ചേർന്നിരിക്കുന്ന അവരുടെ താല്പര്യം എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ആ നിയമം അവർ കൊണ്ടുവന്നത്, ആ നിയമം കൊണ്ടുവന്നത് തന്നെ അവർക്ക് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പ് സംവിധാനം മാറ്റിമറിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ അത്രമൊരു നിയമം നാളിതുവരെ രാജ്യം പിന്തുടർന്ന് വന്നിരുന്ന ആ ഒരു സംവിധാനം മാറ്റിമറിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പം ഇപ്പോൾ നിലവിൽ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിന് ശേഷം മുതൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മളൊക്കെ അഭിമാനം കൊണ്ടിരുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനം എത്രമാത്രം കളങ്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വിളിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാനാണ്, അദ്ദേഹത്തെ മോശക്കാരനാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം വിളിച്ച് ശ്രമിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി നൽകുവാൻ നാളിതുവരെ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. പിന്നെ ഇന്ന് രണ്ടാമത്തെ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇലക്ഷൻ സംവിധാനം, തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമായാണ് നടത്തുന്നത്, ഞങ്ങൾക്ക് കീഴിലുള്ളത് സുതാര്യമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ അവരിതുവരെ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാനും മോശക്കാരനാക്കാനും ശ്രമിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഈ തെളിവുകൾ നേരത്തെയുള്ള ഇതിന് പ്രഖ്യാപനത്തിന് ശേഷം മീഡിയ ചാനലുകാരോട് അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാൻ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഞാൻ ഇത് തെളിവുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ത്യയുടെ നീതിന്യായ സംവിധാനമാണ് ഇനി ഇതിനു വേണ്ടി നടപടിയെടുക്കേണ്ടത്. ആ നീതിന്യായ സംവിധാനങ്ങൾ എത്രമാത്രം സുതാര്യമായി പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ചിരിക്കും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുഭാവിശ്വാസത്തോടു കൂടി കാത്തിരിക്കാം. ഇന്ത്യയിൽ നീതി മരിച്ചിട്ടില്ല എങ്കിൽ നീതിന്യായ സംവിധാനങ്ങൾ ഇതിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ തയ്യാറാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്.